ഞാൻ +2 കഴിഞ്ഞപ്പം അമ്മ ആകെ എന്നോട് ചോദിച്ചൊരു കാര്യം, മിന്നോ തയ്യൽ പഠിക്കാൻ പോകുമെന്നായിരുന്നു. അതിന് അമ്മ എൻ്റെ മുന്നിൽ നിരത്തിയിട്ട കുറേ കാര്യങ്ങളുണ്ട്. തയ്യൽ പഠിച്ചാൽ നിനക്ക് നിന്റെ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് തയ്ച്ചൂടെ, വേറെ ആരുടെ അടുത്തും പോകണ്ടല്ലോ, നിനക്ക് എത്ര പൈസ ലാഭിക്കുക, ഇതൊക്കെയാണ് അമ്മ പറഞ്ഞ കാര്യം. അമ്മേൻ്റെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു. കാരണം അറ്റ്ലീസ്റ്റ് അമ്മേൻ്റെ നൈറ്റി എങ്കിലും ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വ്യാമോഹമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ പേരാമ്പ്രത്തെ പത്മിനേച്ചിൻ്റെ തയ്യക്കടയിൽ ഞാൻ തയ്യൽ പഠിക്കാൻ തുടങ്ങി. എവിടെ ചെന്നാലും വർത്താനം മറിച്ചിലായിരുന്നു എൻ്റെ മെയിൻ. അങ്ങനെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പം പത്മിനേച്ചി പറഞ്ഞു, ഇനി വന്നത് തയ്യൽ പഠിക്കാനല്ലേ, എന്നാൽ ചുരിദാറിലങ്ങ് തുടങ്ങിക്കോന്ന് പറഞ്ഞ് ചുരിദാർ കട്ട് ചെയ്യുന്നത് മുതൽ കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൈകൊണ്ട് തുന്നാൻ പോലും അറിയാത്ത ഞാൻ കുറച്ച് ദിവസം കൊണ്ട് സ്വന്തമായിട്ട് ചുരിദാർ തയ്ക്കാൻ പഠിച്ച്. നമുക്കൊക്കെ നമ്മളോട് മതിപ്പ് തോന്നുന്ന ഒരു സമയം ഉണ്ടാവില്ലേ? ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കില്ലേ നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയൂല, ഇതിപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഇത് വെറുതെയാണ് എന്നൊക്കെ. ആ ടൈമിൽ എൻ്റെ കോളേജ് തുറക്കുന്ന സമയമായിരുന്നു. ഞാൻ കോളേജിലേക്ക് പോയതെന്ന് വെച്ചാൽ ഞാൻ തയ്ച്ച കുറേ ചുരിദാറിൻ്റെ തുണി വാങ്ങാൻ അതിൻ്റെ പാൻറ്റും കൊണ്ട് ടോപ്പ് അടിക്കും, ഷാളും കൊണ്ട് ടോപ്പ് അടിക്കും, എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ടോപ്പ് അടിച്ച് എനിക്ക് ഒരുപാട് ചുരിദാറുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ക്രോഷ്യ പഠിക്കാൻ ഭയങ്കര താല്പര്യം 2-3 ദിവസം ഉണ്ടാവുള്ളൂ അറിയെങ്കിലും ഞാൻ ക്രോഷ്യേൻ്റെ ടൂൾസ് വാങ്ങാൻ പോയി. ബേസിക്സ് ഒട്ടും അറിയില്ല. അങ്ങനെ ആ കടയിൽ ചെന്ന സമയത്ത് ആളെന്നോട് ചോദിച്ചു, എന്തിനാ മോളെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബേസിക്സ് ഒന്നും അറിയില്ല, എനിക്കിങ്ങനെ ടൂൾസൊക്കെ എടുത്ത് തരണം എന്ന് പറഞ്ഞപ്പം എനിക്ക് എടുത്തു തന്നു. എനിക്ക് സ്റ്റിച്ചിങ് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ പോയി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് ഒക്കെ നോക്കി പഠിച്ചു. ഇതെനിക്ക് മനസ്സിലായി ഒരു ലൂപ്പാണ്. കാരണം ഇത് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുള്ള കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ബാഗ് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് ആകെ ഒറ്റ സ്റ്റിച്ചിങ്ങേ അറിയുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങി. അറ്റ് ദ എൻഡിൽ ഞാനൊരു ബാഗ് ഉണ്ടാക്കി. ക്രോഷ്യൊക്കെ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതായത് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിൽ ഒരു വിജയം കാണുമ്പോൾ ഉള്ള സന്തോഷം. എങ്ങനത്തെ ഹാപ്പിനെസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2017 തീരെ തയ്ക്കാൻ അറിയാത്ത ഒരു കുട്ടി സ്വന്തമായിട്ട് ചുരിദാർ തയ്ച്ചപ്പോൾ കിട്ടിയ അതേ സന്തോഷമായിരുന്നു എൻ്റെ മുന്നിലുള്ള ഈ ക്രോഷ്യേൻ്റെ ബാഗ് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ വലിയ കാര്യങ്ങൾ പുറകെയൊന്നും വേണ്ട. ഇതുപോലത്തെ കുഞ്ഞു കാര്യങ്ങൾ തേടിപ്പോയാൽ മതി.